പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 5 ശനി. പ്രധാന വാർത്തകൾ. സീബ് വിലായത്തിലെ സീബിൽ ഫാമിൽ തീപിടുത്തം. തൊഴിലാളികളുടെ താമസ സ്ഥലം കത്തിനശിച്ച സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഇന്നലെ പകൽ സമയത്തായിരുന്നു അപകടം. തീപിടുത്തത്തിൽ താൽക്കാലിക താമസ കെട്ടിടവും മരങ്ങളും മറ്റു കൃഷികളും കത്തിനശിച്ചു. പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അഗ്നിശമന യൂണിറ്റാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ദുഖമിലെ ഇത്ലാഖ് സ്പേസ് പോർട്ടിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ പേടകം പറന്നുയരാൻ ഇനി മാസങ്ങൾ മാത്രം. ഡിസംബറിലാകും രാജ്യത്ത് നിന്നുള്ള ആദ്യ ബഹിരാകാശ വിക്ഷേപണം നടക്കുകയെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയത്തിലെ ദേശീയ ബഹിരാകാശ പദ്ധതി മേധാവി ഡോക്ടർ സയീദ് അൽ ഷോയിലി അറിയിച്ചു. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് ബഹിരാകാശ പേടകങ്ങൾ വിക്ഷേപിക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായി ഭ്രമണപഥത്തിൽ എത്താനാകും. കുറഞ്ഞ ഇന്ധന ചെലവാണ് ഉണ്ടാകുക. അതിലൂടെ വിക്ഷേപണ ചെലവ് വളരെയധികം കുറയും. അതിനാൽ തന്നെ ഉപഗ്രഹ വിക്ഷേപണത്തിന് ഒമാന് പരിഗണനീയ സ്ഥാനമുണ്ടാകും. സ്പേസ് പോർട്ടിന്റെ സാമ്പത്തിക സാധ്യതയും വർദ്ധിക്കും. അന്താരാഷ്ട്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിച്ച് മേഖലയിൽ കൂടുതൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ഒഴിവാക്കാൻ സംയമനം പാലിക്കണമെന്ന് ഒമാൻ ആവശ്യപ്പെട്ടു. ലെബനനുമായുള്ള ഐക്യദാർഢ്യം സുൽത്താനേറ്റ് ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ലെബനാനെ പിന്തുണച്ചുള്ള കൗൺസിൽ ഓഫ് ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സിന്റെ അടിയന്തര യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒമാനെ പ്രതിനിധീകരിച്ച് ഈജിപ്തിലെ ഒമാൻ അംബാസഡറും ലീഗിലെ സ്ഥിരം പ്രതിനിധിയുമായ അംബാസഡർ അബ്ദുല്ല ബിൻ നാസർ അൽ റഹ്ബിയായിരുന്നു പങ്കെടുത്തത്. മയക്കുമരുന്നിന് അടിമയായ മകന്റെ ചെയ്തികളിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു പിതാവിന്റെ കഥ പറയുന്ന പൊക എന്ന ഹ്രസ്വചിത്രം പ്രദർശനവും വെബ് സീരീസുകളുടെ ശ്രദ്ധേയമായ ടീം എള്ളിണ്ടയുടെ 2ാം പതിപ്പിന്റെ ലോഞ്ചിങ്ങും ഫലജിൽ നടന്നു. നിരവധി പേർ പങ്കെടുത്തു. വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. മയക്കുമരുന്നിന് അടിമപ്പെടുന്ന യുവാക്കൾ അവരുടെ ജീവിതം മാത്രമല്ല നഷ്ടപ്പെടുത്തുന്നത്, കുടുംബബന്ധങ്ങളുടെ സന്തോഷം കൂടിയാണെന്ന് പൊക രചയിതാവും സംവിധായകനുമായ സിറാജ് കാക്കൂർ പറഞ്ഞു. സിസ്റ്റം നവീകരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ എംബസി പാസ്പോർട്ട് എമർജൻസി സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഒക്ടോബർ 6 ഞായറാഴ്ച ഒമാൻ സമയം വൈകുന്നേരം 4:30 വരെ സേവനങ്ങൾ ലഭിക്കില്ലെന്ന് എംബസി അറിയിച്ചു. എന്നാൽ BLS സെന്ററിലെ കോൺസുലാർ വിസ സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്നും മസ്കത്ത് ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. ബൗഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിലേക്ക് അടിയന്തരമായി വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ട രക്തം അടിയന്തരമായി ദാനം ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ബൗഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ ശനിയാഴ്ച മുതൽ വ്യാഴം വരെ രാവിലെ 8 മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും ആണ് രക്തദാനം ചെയ്യേണ്ടത്. രക്തദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 94 55 56 48 എന്ന നമ്പറിൽ വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. ബൗഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയും രക്തദാനം ചെയ്യാം. രക്തദാന ക്യാമ്പുകളും സംഘടിപ്പിക്കാനാകും. വാർഷിക ഒട്ടക ഓട്ട മത്സരത്തിന് ബർഖയിൽ തുടക്കം. 2024-25 സീസണിലെ ആദ്യ മത്സരമാണ് ബർഖയിലെ ആദ്യം ഫീൽഡിൽ അരങ്ങേറിയത്. 89 റൗണ്ടുകളിലായി 3 ദിവസം മത്സരം തുടരും. സാംസ്കാരിക കായിക യുവജന മന്ത്രാലയത്തിന്റെ പിന്തുണയോടുകൂടി റോയൽ ക്യാമൽ കോർപ്സിന്റെ സഹകരണത്തോടെയും ഒമാൻ ക്യാമൽ റേസിംഗ് ഫെഡറേഷൻ ആണ് ഒട്ടകപ്പന്തയം ഒരുക്കുന്നത്. ഒട്ടക സൗന്ദര്യ മത്സരം, കറവ മത്സരം തുടങ്ങിയവയും അനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട്. 22ാമത് എഡിഷൻ ഒട്ടക ഓട്ടമത്സരമാണ് ഇത്തവണത്തേത്. ധോഫാർ അന്താരാഷ്ട്ര തിയേറ്റർ ഫെസ്റ്റിവലിന്റെ 1ാം പതിപ്പിന് സലാലയിൽ അൽ മുറൂജ് തിയേറ്ററിൽ തുടക്കമായി. സാംസ്കാരിക കായിക യുവജന മന്ത്രാലയത്തിന്റെയും ഒമാനി തിയേറ്റർ അസോസിയേഷന്റെയും സഹകരണത്തോടെ ധോഫാർ മുനിസിപ്പാലിറ്റിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 9 വരെ നീണ്ടു നിൽക്കുന്നതാണ് ഫെസ്റ്റിവൽ. ധോഫാർ ഗവർണർ സയ്യിദ് മർവാൻ ബിൻ തുർക്കി അൽ സയീദിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന പരിപാടികൾ. ധോഫാറിന്റെ സാംസ്കാരിക യാത്രയിൽ ഈ ഫെസ്റ്റിവൽ ഒരു പ്രധാന കൂട്ടിച്ചേർക്കലാണെന്ന് ധോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ മുഹ്സിൻ അൽ ഗസാനി പറഞ്ഞു.
തിരുവനന്തപുരത്ത് നിന്നും മസ്കത്തിലേക്ക് പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ പുകയും ദുർഗന്ധവും. വെള്ളിയാഴ്ച രാവിലെ 11-ന് ടേക്ക് ഓഫിന് ഒരുങ്ങുമ്പോഴായിരുന്നു എഞ്ചിൻ മുറിയിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അസാധാരണമായ ദുർഗന്ധവും ഉയർന്നു. യാത്രക്കാർ പേടിച്ച് ബഹളം വെച്ചതോടെ ടേക്ക് ഓഫിനുള്ള നീക്കം ഉപേക്ഷിക്കുകയും ഉടൻ തന്നെ യാത്രക്കാരെ തിരിച്ചിറക്കി പരിശോധന നടത്തുകയുമായിരുന്നു. പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിലേക്ക് വിവരം കൈമാറുകയും ഉടൻ അഗ്നിരക്ഷാ സേനയും CISF കമാൻഡോകളും എത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയുമായിരുന്നു. 148 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിമാനം 2 മണിക്കൂർ വൈകിയാണ് പുറപ്പെടാൻ തയ്യാറെടുത്തിരുന്നത്. സംഭവത്തെക്കുറിച്ച് എയർ ഇന്ത്യ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം വിമാനം മസ്കത്തിൽ എത്തുന്നത് വൈകിയതോടെ തിരികെ യാത്രയും വൈകി. മസ്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകിയത് സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ള യാത്രക്കാരെ വലച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:15-ന് പുറപ്പെടേണ്ട IX 554 വിമാനം 8.5 മണിക്കൂറോളം വൈകി രാത്രി 8:30-യോടെയാണ് യാത്ര തുടർന്നത്. യാത്രക്കാരിൽ പലരും ഒമാന്റെ ദൂരദിക്കുകളിൽ നിന്നും സഞ്ചരിച്ച് 10 മണിയോടെ മസ്കത്ത് എയർപോർട്ടിൽ വന്നതായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് സാങ്കേതിക കാരണങ്ങളാൽ വിമാനം താമസിച്ചാണ് പുറപ്പെടുക എന്ന വിവരം അറിയിച്ചതെന്ന് യാത്രക്കാർ പറഞ്ഞു. ആദ്യം വൈകിട്ട് 6 മണിക്കും പിന്നീട് 7 മണിക്കും പുറപ്പെടും എന്ന് അറിയിപ്പായിരുന്നു യാത്രക്കാർക്ക് നൽകിയിരുന്നത്. ഒടുവിൽ 8:30-യോടെയാണ് മസ്കത്തിൽ നിന്നും വിമാനം യാത്ര തുടർന്നത്. ഉച്ചയ്ക്ക് വൈകിട്ടുള്ള ഭക്ഷണം എയർ ഇന്ത്യ എക്സ്പ്രസ് ഏർപ്പെടുത്തിയിരുന്നെന്ന് യാത്രക്കാർ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.